കഴിഞ്ഞ റൈഡിൻ്റെ എല്ലാം വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് പാലക്കാട് ഹൈവേ ഒക്കെ കാണിച്ചുകൊണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ റൂട്ടൊന്ന് മാറ്റിപ്പിടിക്കുകയാണ്. മൂവാറ്റുപുഴ തൊടുപുഴ ഡയറക്ഷനിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. രാവിലെ 4:45 കൊരട്ടിയിൽ നിന്ന് ഇറങ്ങിയതാണ്. കൊരട്ടിയിൽ നിന്ന് തൊടുപുഴയ്ക്ക് ഒരു 60 കിലോമീറ്റർ അടുത്തുണ്ട്. ഇപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ എത്താറായി. മൂവാറ്റുപുഴ ചെറിയൊരു 10 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യും. ഇവിടെ നമുക്ക് ബാധിക്കുകയും നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മുടെ ഗ്രൂപ്പ് റൈഡാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഹോളിഡേ റൈഡേഴ്സ് ക്ലബ്ബിലെ കൂടുതൽ മെമ്പേഴ്സിനെ നമ്മൾ ഇന്ന് പരിചയപ്പെടും. അങ്ങനെ മൂവാറ്റുപുഴയിൽ നിന്ന് ബാധിക്കുകയും നമ്മുടെ ഒപ്പം ജോയിൻ ആയിട്ടുണ്ട്. ഒരു ബൂസ്റ്റൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ തൊടുപുഴയ്ക്ക് നീങ്ങുകയാണ്. തൊടുപുഴയിൽ നമ്മുടെ ബാക്കി ഫ്രണ്ട്സ് ഒന്ന് വെയിറ്റ് ചെയ്യും. ഞങ്ങളുടെ സ്ഥിരം മീറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വെങ്ങല്ലൂരുള്ള റിലയൻസിന്റെ പമ്പിലാണ്. അതാണ് ഞങ്ങളുടെ ഒരു മീറ്റിംഗ് പോയിന്റ്. ആദ്യമായിട്ടാണ്. ഞങ്ങൾ തൊടുപുഴയിൽ വെച്ച് മീറ്റ് ചെയ്തു. ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററും കൂടെ നമ്മുടെ ഡെസ്റ്റിനേഷനിലുണ്ട്. നമ്മളിപ്പോൾ വെങ്ങല്ലൂരാണ് നിൽക്കുന്നത്. വെങ്ങല്ലൂരിൽ നിന്ന് തൊടുപുഴ ചെന്നിട്ട് തൊടുപുഴയിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുത്തിട്ട് വേണം നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ. പൂമാല റൂട്ടാണ് കേട്ടോ. പൂമാല എന്ന് പറയുന്ന ടൗണിൽ നിന്ന് കുറച്ചും കൂടെ ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട്. പിന്നെ നമ്മൾ പോകുന്ന വഴി ഒരു ചെറിയ പ്ലേസിലും കൂടെ കയറുന്നുണ്ട്. ഇടവെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കുട്ടിവനം എന്ന് പറയുന്ന ഒരു മാൻമെയ്ഡ് ഫോറസ്റ്റ് ആണ്. ചെറിയൊരു ഏരിയ ആണ് കേട്ടോ. അവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാനുള്ളതില്ല. നമുക്ക് ജസ്റ്റ് സൈക്കിൾ ഒന്ന് റൈഡ് ചെയ്ത് കയറിയാൽ ഒരു 10 മിനിറ്റ്സ് അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് പിന്നെ ഇടവെട്ടിയിൽ നിന്ന് ഫുഡും കഴിച്ചിട്ടാണ് നമ്മൾ മെയിൻ സ്പോട്ടിലോട്ട് പോകുന്നത്. ഒരു ചെറിയ ടൈൽ റോഡാണുള്ളത്. ഈ ഒരു റോഡ് വഴി നമുക്കിതുപോലെ നടക്കുകയോ വണ്ടി കൊണ്ടൊക്കെ പോവുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒത്തിരി മരങ്ങൾ വീണ് കിടപ്പുണ്ടാകും. സോ മഴയുള്ളപ്പോഴും ഒത്തിരി കാറ്റുള്ളപ്പോഴും നമുക്ക് ഇതിനകത്ത് കയറാൻ കുറച്ച് റിസ്ക് ഉണ്ട്. ഇപ്പം തെളിഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണ്. ഓൾറെഡി മരങ്ങളൊക്കെ ഒടിഞ്ഞ് വീണേക്കുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ പലയിടത്തൊക്കെ നമുക്ക് സൈക്കിൾ എടുത്തു മാറ്റി റൈഡ് കണ്ടിന്യൂ ചെയ്യേണ്ടതായിരുന്നു. ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. ഒരു 1 കിലോമീറ്ററേ കാണത്തുള്ളൂ ഈ ഒരു സ്ട്രെച്ച് മൊത്തം. നല്ലൊരു പീസ്ഫുൾ ആംബിയൻസ് ആണ്. കേന്ദ്ര നഗരവനം പദ്ധതിയിലാണ് ഈ ഒരു ഇടവെട്ടി കുട്ടിവനം വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റേജിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേജിലാണ്. ഇനി ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ലേക്കും കഫറ്റീരിയാസ് പോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നാണ് അറിയുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരുമായിരിക്കും.
ഇടവെട്ടി ടൗണിൽ പിള്ളാരുടെ കട എന്ന് പറയുന്ന ഷോപ്പുണ്ട്. നല്ല പേരല്ലേ, പിള്ളാരുടെ കട. അങ്ങനെ ഒരു ബോർഡ് അവിടെ ഇല്ല. നാടൻ തട്ടുകട എന്നൊക്കെ പറഞ്ഞൊരു ബോർഡ് വെച്ചേക്കുന്ന ഒരു ഷോപ്പുണ്ട്. അത്യാവശ്യം കുറേയധികം വെറൈറ്റീസ് ഒക്കെ കിട്ടുന്നൊരു കടയാണ്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു 15 കിലോമീറ്ററും കൂടെ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ടുണ്ട്. നമ്മൾ പൂമാല ടൗൺ എത്തിയിട്ടുണ്ട്. അവിടുന്ന് താഴോട്ട് കിടക്കുന്ന ഈ ഒരു വഴിയാണ്, റൈറ്റിലോട്ടുള്ള വഴിയാണ് നമുക്ക് ഡെസ്റ്റിനേഷനിലോട്ട് പോകേണ്ടത്. ഈ ഒരു ലൊക്കേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ആക്സസിബിൾ ആണെന്നുള്ളതാണ്. റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു വാട്ടർഫോൾ വരുന്നത്. നമുക്ക് അതിൻ്റെ ബേസിലെത്താം. അവിടുന്ന് പിന്നെ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് നടന്നാൽ നമുക്ക് ടോപ്പിലെത്താനും പറ്റും. അവിടെ ഒരു ഗാലറിയൊക്കെ ഉണ്ട്. റോഡിൽ നിന്ന് തന്നെ നമുക്ക് ഈ വാട്ടർഫോൾ കാണാം കേട്ടോ. വരുന്ന വഴി മൊത്തം നമുക്കിങ്ങനെ കാണാം. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാഴ്ചയാണത്. നമ്മൾ സൈക്കിളൊക്കെ അതിൻ്റെ മുമ്പിൽ നിർത്തി വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ തൊട്ടടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിൽ നമ്മൾ സൈക്കിളെല്ലാം വെച്ച് ലോക്ക് ചെയ്തിട്ട് നമ്മൾ ടോപ്പിലോട്ട് പോകാൻ പോവുകയാണ്. എല്ലാവരും വേൾഡ് കപ്പിൻ്റെ ഡിസ്കഷനിലാണ് കേട്ടോ. ഇന്ത്യ സർപ്രൈസായിട്ട് ജയിച്ചുകൊണ്ട് ലാസ്റ്റ് സൺഡേ ആണ് ഈ റൈഡ് പോയത്. അപ്പോൾ എല്ലാവരും തന്നെ വേൾഡ് കപ്പിനെ പറ്റി കട്ട ഡിസ്കഷനിലൊക്കെ ആയിരുന്നു. നമുക്ക് ഈ റോഡിൻ്റെ അവിടെ നിന്ന് 2 വഴികളുണ്ടായിരുന്നു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഒരു ഫെൻസിങ് ഒക്കെ ഉള്ള ഒരു വഴി കാണാം. ഈ വഴിയാണ് നമുക്ക് ടോപ്പിലോട്ട് പോകേണ്ടത്. ഒരു 15 മിനിറ്റ്സോളം മതിയായിരിക്കും നമുക്ക് ഏറ്റവും ടോപ്പിലെത്താൻ. നമുക്ക് വെള്ളച്ചാട്ടം ഇവിടുന്ന് തന്നെ കാണാം. അപ്പം ഇവിടുന്ന് ഇപ്പം നോർമലായിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നല്ല സ്റ്റീപ്പായിട്ടാണ് ഈ ഒരു വഴി പോകുന്നത്. നല്ല വഴുക്കലും ഉണ്ടായിരുന്നു. നമുക്ക് സേഫായിട്ട് നിൽക്കാൻ മുകളിൽ ഒരു ഗാലറിയും ഒരു ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്ത് നമുക്ക് ഏറ്റവും അടുത്ത് പോകാൻ പറ്റത്തില്ല, കാരണം ഇപ്പം ഹെവി ആയിട്ട് ഫോളുണ്ട്, നല്ല സ്ലിപ്പറിയാണ്. നമുക്ക് അവിടെ ഒന്നും കയറാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് ഓൾമോസ്റ്റ് നിയർ ആയിട്ട് നിന്ന് തന്നെ നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫാമിലീസ് ആണെങ്കിലും ഒത്തിരി പേര്, ഞങ്ങൾ തിരിച്ചറിഞ്ഞ സമയത്തൊക്കെ ഒരുപാട് ഫാമിലീസൊക്കെ വരുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും തന്നെ സേഫായിട്ട് വന്ന് പോകാൻ പറ്റുന്ന ഒരു വാട്ടർഫോൾ തന്നെയാണിത്. എന്നാലും അവിടെ ഒരു ജാഗ്രതാ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുക. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലോട്ടാണ് പോകുന്നത്, ഗാലറിയുടെ അങ്ങോട്ട്. അവിടുന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ താഴെ വാട്ടർഫോളിൻ്റെ അടുത്തോട്ട് വരാനാണ് പ്ലാന്. ഇവിടെ ഒരു ചെറിയ കുഴിയുണ്ട്.
ഈ വാട്ടർഫോളിന്റെ തൊട്ടടുത്തുള്ള സ്പോട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു തവണ വിസിറ്റ് ചെയ്യണം. ഫോട്ടോയിലൊക്കെ കണ്ടപ്പോൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല കേട്ടോ. ഒരു അടിപൊളി ഫീലാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഒരാഴ്ച മുമ്പ് അതിരപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിരപ്പള്ളിനേക്കാളും കുറച്ചും കൂടെ ഫീലുണ്ട് ഇവിടെ. വെള്ളച്ചാട്ടം ചെറുതാണെങ്കിലും പക്ഷെ ഇവിടെ ഈ അടുത്ത് വന്ന് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നല്ലൊരു മഴ കൊണ്ട് കുളിച്ച ഫീലാണ് കേട്ടോ. എല്ലാവരും തന്നെ നനഞ്ഞ് കുളിച്ചാണ് ഇവിടുന്ന് തിരിച്ചു പോയത്. പിന്നെ നമുക്ക് ഒത്തിരി അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല, നല്ല വഴുക്കലുണ്ട്. ഞാനിപ്പോൾ ഈ നിൽക്കുന്ന വീഡിയോ കാണുന്ന ഈ ഒരു പാറകളുണ്ട്, ഇവിടെ ഈ ഒരു ഏരിയ വരെ നമുക്ക് സേഫായിട്ട് നിൽക്കാം. ഒരു ഷവറൊക്കെ കിട്ടിയ പോലെ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്ത്. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ലായിരുന്നു കേട്ടോ, അത്രയും അടിപൊളിയായിരുന്നു ഈ ഒരു സ്പോട്ട്. ഇതേ വാതുക്ക റീലെടുക്കാൻ പോകുന്നുണ്ട്. അവിടെ പോയി ഒന്ന് കൈവരിച്ച് നിൽക്കും, അതാണ് പ്ലാന്. എല്ലാവരുടെയും സ്ഥിരം പോസ് ഇത് തന്നെയായിരുന്നു. ഇവിടെ നമ്മൾ താഴോട്ട് തിരിച്ചിറങ്ങുവാണ്. റൈഡ് തീർന്നില്ല. നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡാണ് കയറി വന്നത്. ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് ചെറിയൊരു ഏരിയയും കൂടി ഉണ്ട്. നല്ല രസമുള്ള ഒരു ഏരിയയാണ്. അവിടെ നമുക്ക് ഒട്ടും തന്നെ ആഴമില്ല, നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ്. ഈ ഒരു വാട്ടർഫോളിൻ്റെ പരിസരങ്ങളിൽ കുളിക്കാതിരിക്കുക, ഇങ്ങോട്ട് ഇറങ്ങാതിരിക്കുക. നമുക്ക് സേഫായിട്ട് ഏറ്റവും താഴെ ഒരു സ്പോട്ടുണ്ട്, നമുക്കിനി അങ്ങോട്ട് പോവാം. ഇവിടെയും കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് ശ്രീമാർ ബ്രോയും പ്രിൻസൊക്കെ എറണാകുളത്തു നിന്നാണ് വന്നത്. ശ്രീമാർ ബ്രോ കടവന്ത്രയിൽ നിന്നും പ്രിൻസ് മുളന്തിർത്തിയിൽ നിന്നുമാണ് വന്നത്. ഒത്തിരി ദൂരം ഇനി തിരിച്ചു ചെല്ലാനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്. വേറൊരു മലയൊക്കെ കയറാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ സമയം പോയതുകൊണ്ട് നമ്മളതൊരു അടുത്തൊരു റൈഡിലോട്ട് മാറ്റി വെക്കും. മഴ ഉണ്ടായിരുന്ന സമയത്താണ് ഞങ്ങൾ ചെന്നത്. പക്ഷെ ഈ ഒരു ഏരിയയിൽ ഒത്തിരി വെള്ളം അങ്ങനെ ഇറങ്ങി വരാത്തൊരു ഏരിയ കേട്ടോ. ഇത്രയും ഹെവി ഫോൾ അവിടെ ഉണ്ടായിട്ടും ഈ ഒരു ഏരിയയിൽ വളരെ ലൈറ്റായിട്ട് മാത്രമേ വെള്ളം വരത്തുള്ളൂ. അങ്ങനെ ഒരു പെട്ടെന്ന് മഴവെള്ളപ്പാച്ചിൽ അങ്ങനെ ഒന്നും ഒരു സാധ്യത ഇല്ലാത്തൊരു ഏരിയ ആണ്. വളരെ ലൈറ്റായിട്ട് വെള്ളം വരുന്ന ഒരു ഏരിയ ആണ്. ജസ്റ്റ് ഒന്ന് ഷൂ ഒന്ന് കവർ ചെയ്യാനുള്ള ഒരു അത്രയും വെള്ളമേ ഉള്ളായിരുന്നു, മുട്ടിൻ്റെ അത്രയും പോലും വെള്ളം ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സേഫായിട്ട് നമ്മുടെ സ്റ്റെപ്പിനോടൊക്കെ ചേർന്നുള്ള ഏരിയയിലൊക്കെ നമുക്ക് ഇരുന്ന് കുളിക്കുകയും ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഞങ്ങളുടെ ലഞ്ചും പിള്ളേരുടെ കടയിൽ നിന്ന് തന്നെ ആക്കി കേട്ടോ. ഇവിടെ ഒരു 2 മണി ആയപ്പോൾ തന്നെ ഇവർ ചെറുകടികളൊക്കെ ഉണ്ടാക്കി ഫ്രണ്ടിലെ ഗ്ലാസ്സൊക്കെ അങ്ങ് നിറയ്ക്കാൻ തുടങ്ങി. ഇനി ഇവിടുന്ന് പതുക്കെ നമ്മൾ തിരിച്ച് റിട്ടേൺ എറണാകുളം പോവുകയാണ്. സോ നമ്മുടെ അടുത്ത വീഡിയോ ഏതാണെന്നറിയാലോ, നമ്മൾ കഴിഞ്ഞ എല്ലാ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ടായിരുന്നു.
അപ്പോൾ മൂന്നാർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.